കിഴക്കഞ്ചേരിയിൽ വീടിനകത്ത് തീയിട്ട നിലയിൽ എരിക്കിൻചിറ കുറ്റിയട വീട്ടിൽ റെനി വർഗീസിന്റെ വീട്ടിലാണ് തീയിട്ടത്. 14-കാരനായ റെനിയുടെ മകന് പൊള്ളലേറ്റു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. റെനിയുടെ മകൻ നവിനാണ് കാലുകൾക്ക് പൊള്ളലേറ്റത്. ഉഗ്രശബ്ദം കേട്ട് റൂമിനകത്ത് നോക്കിയപ്പോഴാണ് വസ്ത്രങ്ങളും മറ്റ് സാധന സാമഗ്രികളും കത്തുന്നത് വീട്ടുകാർ കണ്ടത്. ഈ സമയത്ത് ഹാളിൽ ഉറങ്ങിക്കിടന്നിരുന്ന നവീന്റെ വസ്ത്രത്തിലേക്ക് തീ പടരുകയായിരുന്നു. പരിക്കേറ്റ നവീനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റെനിയുടെ വീടിന്റെ ഒരു ജനാല കേടായതിനാൽ ഇതുവഴി സ്ഫോടക വസ്തു പോലെ എന്തോ എറിഞ്ഞതാവാമെന്നും സംശയിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഞാൻ നേരത്തെ കിടന്നു, പിള്ളേരൊക്കെ 10 ആയപ്പോഴാണ് കിടക്കണേ. ഞങ്ങൾ കിടന്ന് ഇച്ചിരി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒറ്റ പൊട്ട അങ്ങോട്ട് പൊട്ടുന്ന സൗണ്ടിൽ അങ്ങോട്ട് പൊട്ടി. അതോടൊരു കൊച്ചെനിച്ച് ഓടി, ഞങ്ങൾ എനിച്ച് ഓടി വന്നപ്പോൾ തീ മുഴുവൻ കട്ടിലയിൽ കിടന്ന് അങ്ങോട്ട് ആന്തി കത്താണ്. വേഗം അവരെ വിളിച്ചാൽ അവർ വിളിച്ചെനിച്ച് വന്നു. കൊച്ചിൻ്റെ മേലെ കൊച്ചു ഇവിടെ ഹാളിലാണ് കിടക്കണേ. കൊച്ചിൻ്റെ മേത്തേക്ക് പൊട്ടിത്തെറിച്ചതായിരിക്കണം എന്തോ സാധനങ്ങളൊക്കെ, അങ്ങനെ പൊള്ളിയേക്കണത്. എവിടെ എന്തോരം പൊള്ളിയെന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റണില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ ഇത്. അപ്പം അങ്ങനെ കൊച്ചിനെ വേഗം ആശുപത്രി കൊണ്ടുപോകും. അപ്പോഴത്തേക്കും പോലീസ് വിളിച്ചു. പോലീസുകാർ വന്നു, SI ഒക്കെ വന്നു, ഒക്കെ നോക്കി പിടിച്ചത് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ശത്രുക്കൾ എഴുതാനുണ്ടായിരുന്നു, വേറെ ഒന്നും കക്കാൻ വന്നേക്കണമല്ല. തീപിടിച്ച മുറിയിൽ ഒരു ബാറ്ററിയും കണ്ടെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച പകൽ റെനിയുടെ കുടുംബം പള്ളിയിൽ പോയി തിരിച്ചു വരുന്നതിനിടെ ഈ വീട്ടിൽ മോഷണശ്രമം നടന്നതായും പറയുന്നുണ്ട്. പുറത്ത് കാണാതെ വെച്ചിരിക്കുന്ന താക്കോലെടുത്ത് വീട് തുറന്ന അലമാരിയിലെ വസ്ത്രങ്ങളും മറ്റും വാരിവലിച്ചിട്ട നിലയിലായിരുന്നു. പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രദേശത്തെ പല വീടുകളിലും വാതിലുകളിൽ മുട്ടി ശബ്ദമുണ്ടാക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. രാത്രി 10 മണിക്ക് ഒരു ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ അവിടുന്ന് ലൈറ്റ് അടിച്ച് ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടുന്ന് നിലവിളിക്കുട്ടി എല്ലാവരും കൂടി നോക്കുമ്പോൾ തീ പടർന്ന് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ബഹളങ്ങളാണ് വരുന്നത്. ഞങ്ങൾ കുറേ പേര് അതിൻ്റെ ഉള്ളിൽ കയറി അതെല്ലാം തീ അണയ്ക്കാനായിട്ട് വെള്ളം കോരിയൊക്കെ കിടത്തി. അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇവിടെ നോക്കിയിട്ട് ആരും ഒന്നും കണ്ടില്ല. മുൻപ് അതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ഇതിൻ്റെ മുകളിൽ തീയിട്ടുണ്ട്. റോയുടെ അവിടെ ഷീറ്റ് പെരയിൽ വന്ന് അടിച്ച് അത് അങ്ങനെയും പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുൻപും തൊട്ടടുത്തൊരു വീട്ടിൽ വാതിലിൽ തട്ടി ശബ്ദമുണ്ടാക്കിയിരുന്നു. ശനിയാഴ്ച ദിവസം റെനിയുടെ വീടിന്റെ ടെറസിന് മുകളിൽ തീ കൂട്ടി കത്തിച്ച നിലയിൽ കണ്ടിരുന്നു. 2 ദിവസം മുൻപ് പഞ്ചായത്തിൽ നിന്നും കണക്കെടുപ്പിന് വന്ന ആൾ എന്ന വ്യാജേന വീട്ടമ്മയുടെ മാല കവർച്ച ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ വീട്ടമ്മയുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ചെറിയൊരു ഭാഗം മാത്രമാണ് മാലയിൽ നിന്നും നഷ്ടപ്പെട്ടത്. പ്രദേശത്തെ പലയിടത്തും മോഷണശ്രമങ്ങൾ നടക്കുന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിൽ ആക്കിയിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.